Hi guys, welcome back to our YouTube channel. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിലും ഫസ്റ്റ് ഇയർ ഇനിയിപ്പോൾ നീറ്റ് എഴുതി കയറാൻ പോകുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര കൗതുകകരമായ ഒരു കാര്യമാണ് അനാട്ടമി ഡിസെക്ഷൻ ഹാൾ. എല്ലാവരും ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസിനകത്ത് തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസെക്ഷൻ ഹാളിനെ പറ്റിയും കാര്യങ്ങളും ഒക്കെ. അപ്പം അതിനെപ്പറ്റി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് കൂടാതെ നമുക്ക് ഭയങ്കര നൊസ്റ്റാലജി വരുന്ന ഒരു കാര്യമാണ്. ഈ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ എല്ലാവർക്കും തന്നെ അറിയാം, ഭയങ്കര നൊസ്റ്റാലജി ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡിസെക്ഷൻ ഹാൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യമായിട്ട് ഡിസെക്ഷൻ ഹാളിൽ കയറുന്നു, ബോഡീസിനെയൊക്കെ കാണുന്നു. അപ്പം നമ്മൾക്കത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആസ് എ പാർട്ട് ഓഫ് ബീങ് എ ഡോക്ടർ. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസസും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന് സംഭവിച്ച കുറെ എക്സ്പീരിയൻസസും അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോവിഡ് സമയത്തായിരുന്നു ഞങ്ങൾ ക്ലാസ് തുടങ്ങിയത്. അപ്പം ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു ആദ്യം. അപ്പൊ ഞങ്ങളുടെ ഡിസെക്ഷൻ തന്നെ അവർ ആദ്യം ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു എക്സാം വെച്ചിട്ടാണ് നമുക്ക് ആദ്യം തുടങ്ങിയത്. നമുക്ക് ഒരു മാസം ഫൗണ്ടേഷൻ പ്ലസ് കുറച്ച് തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സാം വെച്ചിട്ടാണ് ഫസ്റ്റ് ഡേ എന്ന് ആലോചിച്ച് നോക്കണം. ഡിസെക്ഷൻ ഹാളിൽ ചെന്ന് കയറുമ്പോഴേ ആദ്യ എക്സാം ആണ്. ഞങ്ങളിങ്ങനെ കോട്ടൊക്കെ ഇട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് മാസ്ക് ഒക്കെ ഇട്ട് എല്ലാരും ഭയങ്കര ഇങ്ങനെ മാസങ്ങളോളം ഇരുന്ന് പുട്ടപ്പ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പൊക്കെ വാങ്ങിച്ച് റിസർച്ച് ചെയ്ത് അത്രയും ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് പോയിട്ട് എക്സാം ആണ് ഫസ്റ്റ് എക്സാം. അതും ഒട്ടും മനസ്സിലാവാത്തൊരു ടെക്സ്റ്റ്. അത് എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പോയപ്പോഴേ നമ്മള് ഫസ്റ്റ് ഡേ നമുക്ക് ഒരു മാസം ഓൺലൈൻ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് കോളേജിൽ വന്നിട്ട് ആ മൺഡേയുടെ തലേ ദിവസം സൺഡേ ദിവസം ഫുള്ള് ഹോസ്റ്റൽ മൊത്തം നോക്കി എല്ലാവരും അനാറ്റമി പഠിക്കുന്നു. നമുക്കൊരു ഐഡിയ ഇല്ല, അനാറ്റമി എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എവിടെ ചെന്നു, നമുക്ക് ഡിസെക്ഷൻ ഹാളിൽ നമുക്ക് എക്സാമിന് മുന്നേ നമുക്കൊരു സാധനം ഉണ്ടായിരുന്നു. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റും. നമ്മളൊരു മെഡിക്കൽ കോളേജിൽ കയറുമ്പോൾ വൺ ഓഫ് ദ ഒരു മീനിങ് ഫുൾ മൊമെന്റ്സ് ആണ് നമ്മുടെ കെഡാവറിക് ഓത്ത് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊരിച്ചിരി സ്പിരിച്വൽ ആണ്. നമ്മള് വൈറ്റ് കോട്ട് സെറമണി കഴിഞ്ഞാൽ കെഡാവറിക് ഓത്ത് കുറച്ചൊരു സ്പിരിച്വൽ ആണ്. കാരണം നമ്മളുടെ ഒരു വളരെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് കെഡാവേഴ്സ്. നമ്മുടെ ടീച്ചേഴ്സ് ആണ് കെഡാവേഴ്സ് മെയിൻലി. നമ്മൾ എത്ര കൂടുതൽ ടീച്ചേഴ്സിനെ നിന്ന് പഠിക്കുന്നു അതിനെക്കാട്ടി നമ്മൾ പഠിക്കുന്നത് ഈ കെഡാവേഴ്സ് എന്നൊക്കെ ആയിരിക്കും. എല്ലാവരും ഓസ്ലർ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് ഡിസെക്ഷൻ ഹോളും ആ ഒരു കടയവർക്ക് ഓത്തും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഓത്ത് നമ്മളെ സ്റ്റുഡൻസിനെയും കൊണ്ട് എല്ലാരെയും കൊണ്ടും പറയിപ്പിക്കും. നമുക്ക് 10 ടേബിൾ ആയിരുന്നല്ലേ. നമുക്ക് ഡിസെക്ഷൻ ഹോളിനകത്ത് നമുക്കൊരു 10 ആണോ 8 ആണോ അങ്ങനെ, അതായത് ഞങ്ങളിവിടെ 175 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് ഒരു 8 ടേബിളിലായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് നിർത്തും. നമ്മൾ അവിടെ വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ പരിചയപ്പെട്ടത്. ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്നതിനെക്കാട്ടി ഡിസെക്ഷൻ ഹാളിലെ ടേബിളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്നുവെച്ചാൽ ഡിസെക്ഷൻ ഹാളിൽ അവർ മെയിൻലി അങ്ങനെയാണ് ഇടുന്നത്. നമ്മുടെ റോൾ നമ്പർ വൈസ് അല്ല ടേബിൾസിലേക്ക്, നമുക്ക് റാൻഡം ആയിട്ടാണ് തരുന്നത്. അതായത് ഞാനിപ്പോ എന്റെ തൊട്ടടുത്ത റോൾ നമ്പർ വേറെ ഏതെങ്കിലും ഒരു ടേബിളിലായിരിക്കും. ഞങ്ങളിങ്ങനെ അങ്ങനെയാണ് ഫസ്റ്റ് ഇയറിൽ ശരിക്കും നമ്മൾ ഒരു ഇങ്ങോട്ടും എല്ലാവരും ഒന്ന് മിണ്ടി ഫ്രണ്ട്സ് ആയി ഒക്കെ വരുന്നത് ശരിക്കും ഡിസെക്ഷൻ ഹാളിൽ വെച്ചിട്ടാണ്. ഡിസെക്ഷൻ ഹാളിൽ വെച്ച് നമുക്ക് വേറെ ഒരിക്കലും നമ്മളുടെ 5 ഇയേഴ്സ് മെഡിക്കൽ കരിയറിൽ നമ്മൾ എപ്പോഴും നമ്മുടെ റോൾ നമ്പേഴ്സിന്റെ കൂടെ ആയിരിക്കും. നമ്മൾ ക്ലിനിക്സിൽ പോയില്ല അല്ലാതെ പോയില്ല. ഡിസെക്ഷൻ ഹാളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വളരെ റാൻഡം ആയിട്ട് നമ്മുടെ ക്ലാസ്സിലെ ആദ്യമൊക്കെ കൂടെ ഇരുന്ന് ഫുൾ ഒരു ആദ്യം കാണുന്നത്, പരിചയപ്പെടുന്നത്, സംസാരിക്കുന്നത് ഒക്കെ അവിടെ വെച്ചിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫുൾ ഹ്യൂമൻ ബോഡിയെ 4ആയിട്ട് ഡിവൈഡ്, അപ്പർ ലിംബ്, ലോവർ ലിംബ്, തൊറാക്സ്, അബ്ഡോമന്, പിന്നെ ഹെഡ് ആൻഡ് നെക്ക്, നമ്മൾ ഇത്ര റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓരോ ടേബിളിലും. അപ്പം ഫസ്റ്റ് ടേബിൾ ഞങ്ങൾ തുടങ്ങിയത് അപ്പർ ലിംബ് വെച്ചിട്ടായിരുന്നു. അതായത് കൈയും ആ ഒരു ഏരിയ ഒക്കെ ആയിരുന്നു. അവിടുത്തെ നെർവ്സ്, ആർട്ടറി, വെയിന്, അതെല്ലാം അതിന്റെ മസിൽസ് അതെല്ലാം പഠിപ്പിച്ചാണ് ആദ്യം ഞങ്ങൾക്ക് തുടങ്ങിയത്. അപ്പം ഒരു ടേബിളിൽ നമ്മൾ അപ്പർ ലിംബാണ്, ഒരു ടേബിൾ അപ്പർ ലിംബ് ഒരു കൂട്ടം സ്റ്റുഡൻസിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ അടുത്ത ടേബിളിൽ നമ്മൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ ലിംബ്, അടുത്ത ടേബിളിൽ നമ്മൾ അബ്ഡോമന്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം കുറെ പേര് നമ്മൾ കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ടേബിളിൽ തന്നെ ഇരിക്കൂല, നമ്മളിങ്ങനെ മാറി വരും. ഫസ്റ്റ് ഡേയിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കുറെ പുതിയ ആൾക്കാരെ കണ്ടു. ഞങ്ങളുടെ ഓരോ ടേബിളിന് ഒരു പ്രൊഫസർ കാണും, ഒരു ടീച്ചർ കാണും, പിന്നെ ഒരു PG മാഡം അല്ലെങ്കിൽ PG സാറ്, അങ്ങനെ ഒരു അലോട്ട് ചെയ്ത് ഓരോ ടേബിളിനും ഓരോ മാഡത്തിനെ ഇങ്ങനെ അലോട്ട് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കൂ അടുത്ത ടേബിളിൽ ചെല്ലുമ്പോൾ നല്ല മാഡം ആയിരിക്കണേ, അല്ലെങ്കിൽ നമ്മളെ നല്ലപോലെ പഠിപ്പിക്കുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള. നമ്മൾ ഫസ്റ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഇന്ന ടേബിളിൽ നല്ല ഭീകരനായിട്ടുള്ള ഒരു പ്രൊഫസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ സാറിനെ എനിക്ക് കിട്ടല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമ്മൾ ചില ടേബിളിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരിക്കും, ചില ടേബിളിലോട്ടൊക്കെ ഭയങ്കര പൊട്ടിച്ചിരി ഭയങ്കര കാര്യമായിട്ട് പറയുന്നു. നല്ല രസമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആണ്.
പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, കടയവറിനെ കണ്ട എല്ലാവരും തലകറങ്ങി വീഴുമോ, എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെ, എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്. നമ്മളിങ്ങനെ സീരീസിലൊക്കെ കണ്ടിട്ടില്ല, കാണുന്നു വീഴുന്നു. പക്ഷേ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കയറി ചെന്ന സമയത്ത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഫോർമാലിന്റെ സ്മെല്ല്, അതായത് ഇത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്മെല്ല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ തിങ്കളാഴ്ച കയറി ചെല്ലുന്ന സമയത്ത് അവരെ 2 ദിവസം ഇട്ടേക്കുന്ന നല്ല സ്മെല്ലായിരിക്കും. അതിന് നമ്മൾ 2-3 മാസമൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഫസ്റ്റ് ഡേ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തോ അത് മാനസികമായി പ്രിപ്പയർഡ് ആയതുകൊണ്ടാണോ നിങ്ങളതൊന്നും വിചാരിക്കുന്നതിന്റെ അത്രയൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റഡ് ആകും. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി തലയിറങ്ങി വീണ്, ഒരു കുട്ടി മാത്രം. നമ്മൾ അത്രയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നു, എന്തോ പെട്ടെന്ന് കണ്ടതിന്റെ ആയിരിക്കും. പിന്നെ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ഫോർമാലിൻ ഭയങ്കര സെൻസിറ്റിവിറ്റി കണ്ണിൽ കാണും. അതുകൊണ്ട് എനിക്ക് മൺഡേ സ്വന്തം ടെൻഷനായിരുന്നു. കാരണം ഞാൻ മൺഡേ കയറി വരും, ഫോർമാലിന് ഇത് അടിക്കും, ഞാൻ കരയാൻ തുടങ്ങും. പിന്നെ കണ്ണ് നീർന്നു. സ്പെക്സ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് സ്പെക്സ് ഉണ്ട്, എന്നാലും കണ്ണ് നീറ്റില്ല. ഞാനൊരു പേര് മെഗാ സീരിയൽ പോലെയാണ്, വരും കരയും. അങ്ങനെ ഉത്തരവൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം ചോദിക്കുമ്പോൾ കാണണമെന്നുണ്ട്. അപ്പൊ മാഡത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതി. പക്ഷെ അവർക്കും മനസ്സിലാവും, മാഡംസിനും മനസ്സിലാവും, നമ്മളടുത്ത് പറയും ഇങ്ങനെ. പിന്നെ നമ്മളൊന്ന് ഈ ഡിസെക്ഷന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് തലേന്ന് പറ്റുമെങ്കിൽ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോയാൽ അത്രയും നല്ലതാ. ഇപ്പൊ പഠിക്കുന്നവരോടാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ഉപദേശമാണ്, അതായത് നമ്മൾ ലൈവായിട്ട് കണ്ടുപഠിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പം ഏത് ടോപ്പിക്കാണ് നാളത്തേക്ക് ഡിസെക്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ആ ഒരു അനാട്ടമി ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അത് ചെറിയ കൊച്ചു ടോപ്പിക്കുകളായിരിക്കും. അപ്പൊ അതൊന്ന് വായിച്ചിട്ട് പോകുന്നത് അത്രയും നല്ല കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡിസെക്ഷൻ ഹാളില് അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം ഒരു 3 മണിക്കൂർ ഡിസെക്ഷൻ ഹാൾ ഉണ്ടാക്കിയിരിക്കും. അതെ, 10 മണി തൊട്ട് 1 മണി വരെ ഞങ്ങൾക്ക് ഡിസെക്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ 8 to 9 നമുക്ക് തിയറി ക്ലാസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 hours കണ്ടിന്യൂസ് ഡിസെക്ഷനാണ്. അങ്ങനെ പിന്നെ ഡിസെക്ഷൻ ഹാളിലാണ് ഞങ്ങൾ 3 മണിക്കൂർ. ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് കിട്ടി. പക്ഷെ അതും മിക്കവരും കിട്ടില്ല. നമ്മള് ഡിസെക്ഷൻ ഹാളിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പോയി, ഞങ്ങൾക്ക് ഇവിടെ ഒരു കോർപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു പഫ്സ് എടുക്കും, കഴിക്കും, പെട്ടെന്ന് ഓടി വരും. എന്നിട്ട് പെട്ടെന്ന് കയറണം. ചിലപ്പോഴൊക്കെ ഞങ്ങളെ കേറ്റൂല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നമ്മള് മാക്സിമം സ്പീഡിന് കയറി വരാൻ പോകും. ഞാൻ ഭാഗ്യത്തിൽ അങ്ങനെ കേറ്റാതെ പുറത്തു നിന്ന് അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷെ ഇനി അവരെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. കുറെ പേരൊക്കെ ഇങ്ങനെ പറയാം. അതായത് ഒരു സാർ ഒരു ദിവസം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മള് പുറത്ത് വെയിറ്റ് ചെയ്തു. എന്നിട്ട് സാറ് ഇന്ന സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിന്റെ ഭാഗത്തൊരു തെറ്റും ഇല്ല. ഞങ്ങള് ലേറ്റായി, കയറ്റിയില്ല. പക്ഷെ പിന്നെ കുറെ പറഞ്ഞിട്ടാണ് സാറ് കയറ്റിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഡിസെക്ഷൻ ഹാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡിസെക്ഷൻ കിറ്റ് മെയിൻ സാധനമാണ്. അതായത് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇയർ കയറുമ്പോൾ തന്നെ കോളേജിൽ നമുക്ക് വൈറ്റ് കോട്ടിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്ത സാധനമാണ് ഡിസെക്ഷൻ കിറ്റ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്കാൽപ്പുലർ, സിസേഴ്സ്, ഇങ്ങനെ എല്ലാവർക്കും തുടക്കത്തിൽ എല്ലാവർക്കും ഓരോന്നുണ്ട്. പിന്നെ ഒരു ടേബിളിൽ ഒരെണ്ണം, ഒരു സ്കാൽപ്പ്, ഒരു ഫോർസെപ്സ്, അത്രയൊക്കെ കാണും. ഞങ്ങളിങ്ങനെ ടേബിൾ അവസാനം ഞങ്ങൾ ഇട്ടിട്ട് പോകും. എല്ലാരും ഉപേക്ഷിച്ചൊക്കെ പോകും, ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ അതായത് ആ ഒരെണ്ണത്തിൽ തന്നെ സാധനങ്ങളെല്ലാം കാണത്തില്ല. പിന്നെ അതൊക്കെയാണ്. പിന്നെ ഇങ്ങനെ അതിന് ഡിസെക്ഷന് വേണ്ടിയുള്ള സിസേഴ്സ് പിന്നെ വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കും. അതായത് സാറ് പെട്ടെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, ഇന്ന സാധനം എന്താ, ഇങ്ങനെ ഇരുന്ന് തപ്പുവാ ഉണ്ടോ, എന്നിട്ട് അപ്പുറത്തെ ടേബിളിൽ നമ്മൾ പോകും ചോദിക്കാനായിട്ട്. അവർക്കും കാണത്തില്ല. പക്ഷെ ഡിസെക്ഷൻ ഏറ്റവും ഫൺ എന്താണെന്ന് അറിയാം, നമ്മൾ ഹ്യൂമൻ ബോഡി ഒക്കെ തുറന്നു നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലേ, അങ്ങനെ നമ്മൾ ഇതുവരെ പഠിച്ച സാധനങ്ങളൊക്കെ റിയൽ ആയിരുന്നു എന്ന് നമ്മൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് അപ്പോഴാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതായത് ആ അബ്ഡോമിനൊക്കെ തുറന്ന സമയത്ത് ഇൻറ്റെസ്റ്റൈൻ്റെ ഒക്കെ ലെന്ത് കണ്ടപ്പോൾ ഇതൊക്കെ റിയൽ ആയിരുന്നു. വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ആർട്രിക്ക് റെഡ് കളർ, എല്ലാം ഒരു കളറാ, എല്ലാം ഇങ്ങനെ കൊറേ ഒരുപോലെ. നമുക്കൊരു സാധനമുണ്ട് ടേബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ടേബിൾ ടെസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് ടേബിൾ ടെസ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ സ്പെസിമെൻ ആയിട്ട് അവരിപ്പം അപ്പർ ലിംബാണ് നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ അപ്പർ ലിമ്പിന്റെ ഓരോ സ്പെസിമെൻ ഇങ്ങനെ വെക്കും. അതിനകത്ത് നമ്മൾ ഇപ്പൊ ആർട്ടറി, വെയിന്, നെർവ് എല്ലാം ഇങ്ങനെ നൂല് കെട്ടി വെച്ചേക്കും. എന്നിട്ട് ഐഡന്റിഫിക്കേഷൻ ആണ് സംഭവം. അതെ, അത് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ എന്താ, കാലാണോ കൈയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഫസ്റ്റ് ടേബിൾ ടെസ്റ്റിന്റെ എക്സ്പീരിയൻസ്. സത്യം പറയാലോ, നമ്മൾ അവിടെ പോയി നിൽക്കും, അവർ പെട്ടെന്ന് ബെല്ലടിച്ച് അങ്ങ് വിടും. നമുക്ക് ആകെ ഇങ്ങനെ ഓർമ്മയുള്ള വളരെ നല്ല മണിയടിയായിരുന്നു, വളരെ കൃത്യമായിരുന്നു, കറക്റ്റ് ആയിട്ട് അവർ മണിയടിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ സാധനമാണ്. പിന്നെ നമ്മൾ അവസാനമ്പോഴത്തേക്ക് ഒരു ട്രിക്കൊക്കെ പഠിക്കും, നമുക്ക് കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ ആർട്ടറിയാണോ, വെയിനാണോ, നെർവ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളങ്ങ് അഡ്ജസ്റ്റഡ് ആവും എങ്ങനെ ഇതിനെ
കുറച്ചും കൂടെ വിവരം ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് എന്താണെന്ന്. ആദ്യം നമുക്ക് കുറെ മണ്ടന്മാരാണ് നമ്മൾ തന്നെ സ്വയം വിചാരിക്കും നമ്മൾ ഇന്ന് മണ്ടന്മാരാണ്. ഞാനൊക്കെ വിചാരിച്ചു ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും. ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ ഇറങ്ങി. ഞാൻ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറയുമല്ല, പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ തേർഡ് ഇയറിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജൂനിയേഴ്സ് ആയാലും അനാറ്റമി എന്താ ഡിസെക്ഷൻ ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാലും അവസാനം ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും. തിങ് ഈസ് നമ്മൾ വീണ്ടും 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 ഇത് കുറെ കാണും. നമുക്ക് റിവിഷൻ കാണും. നമ്മൾക്ക് യൂണിവേഴ്സിറ്റിക്ക് മുന്നേ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഡിപ്പാർട്ട്മെന്റുകളാണ് മിക്കവാറും. അവരിങ്ങനെ നല്ല റെസ്പോൺസിബിൾ ലൈക് അങ്ങനെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് റെസ്പോൺസിബിൾ അല്ല. നല്ല ഫസ്റ്റ് ഇയർ എന്തോ അവരിങ്ങനെ ഒരുപാട് റിവിഷൻ എനിക്ക് നടത്തിയിട്ടുള്ളൂ. ഡിസെക്ഷൻ മെയിൻലി ഒരു ഡിഫിക്കൽട്ടി സംഭവം ആയതുകൊണ്ടും ആയിരിക്കാം. എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അനാറ്റമി. അപ്പൊ ഞാൻ കുറെ അത് ടൈം സ്പെൻഡ് ചെയ്യും. നമ്മള് പാടാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴും പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ എല്ലാവരും പാസ്സായത്. അവസാനമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മളൊക്കെ പ്രോ ഒക്കെ ആവും. സീനി കൂളാണ്. പക്ഷെ പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സീനിയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു എല്ലാവരും ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നും അല്ല. പക്ഷെ ഭയങ്കര ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊരു ടേബിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടേബിൾ ആയിരുന്നു എന്റെ തൊറാക്സ് അബ്ഡോമിനൊക്കെ പഠിപ്പിച്ച ടേബിൾ. ആ ടേബിളിൽ നിന്ന് ഞങ്ങൾ വേറെ ടേബിൾ ന്യൂറോ അനാറ്റമിന്റെ ടേബിളിലോട്ട് പോകാൻ നേരത്ത് ഞങ്ങളുടെ കയ്യിലെല്ലാവരും കയ്യിലാണ് സൈൻ ഇട്ടത്. കാരണം നമ്മൾക്ക് കോട്ട് അപ്പഴ നമ്മൾ ഇട്ടൊക്കെയാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ കയ്യിലുള്ളത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കയ്യിൽ സൈനൊക്കെ ഇട്ട് സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന പോലെ കയ്യിലെല്ലാവരും സൈനൊക്കെ ഇട്ട് എന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്പുറത്തെ ടേബിളിൽ പോയപ്പം അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പുറത്തെ ടേബിളിൽ പോയപ്പോൾ വേറെ പുതിയ ആൾക്കാർ വീണ്ടും ജോയിൻ ചെയ്തു. ഹോള് പോലുള്ള ഒരു ഫാമിലി പോലെ ആവും നമ്മളങ്ങ്. സത്യമായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസെക്ഷൻ ഹോൾ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ അവരോടൊന്നും സംസാരിക്കത്ത് പോലും കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ അത്രമാത്രം ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നതും പിന്നെ കുറെ പ്രണയകഥകളൊക്കെ പ്രണയകഥകളൊക്കെ എന്താ പൊട്ടിമുളയ്ക്കുന്നത് ഡിസെക്ഷൻ ഹോളിലൊക്കെ നിന്നാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ. എന്താ സ്നേഹം അത് പറഞ്ഞപ്പോ അപ്പൊ ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ബ്രീഫ് വീഡിയോ, ചുമ്മാ ഫൺ പോലെ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരു ഇത് കാണത്തില്ലേ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അറിയാം. എന്തായാലും ഞങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പേഴ്സണലാണെങ്കിലും കുറെ പറയാനും അതൊക്കെ ഉണ്ട്. പക്ഷെ ഡിസെക്ഷൻ ഉള്ളത് ഒരു നല്ലൊരു മെമ്മറിയാണ്. അത് വേണം എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യണം. അവിടെ നമ്മളിങ്ങനെ ഏറ്റവും ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നത് ഈ ഓസ്ലർ സിനിമയിൽ മറ്റേ ഈ ഒരു സംസാരങ്ങൾ നിലക്കെട്ട് എന്ന് പറയുന്ന ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഡേ ഗേൾസ് അതുപോലെ തന്നെ ഞാൻ എന്റെ ടേബിളിലെ ഒരു കുട്ടിയായിട്ട് ഭയങ്കര സംസാരമായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ ഓർത്തോണം, അത് ആ എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ തന്നെ. എന്നിട്ട് HOD മാം ഞങ്ങളെ കണ്ട് ഞങ്ങളെ വിളിച്ച് പൊക്കി എല്ലാ പിള്ളേരും നിൽക്കുന്നതിന്റെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് ആ ഓത്ത് ഒന്നുകൂടെ പറയിപ്പിച്ചു. കാരണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സംസാരിക്കരുത്, നിലയ്ക്കണം ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. അതുകൊണ്ട് ആ ഫസ്റ്റ് ഡേ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ആ കോട്ട് കാണുമ്പോൾ നമുക്ക് അത് പറയാൻ ശരിയാ. ഇവിടെയാണ് ലൈക്ക് ഡെത്ത് കംസ് ടു ടീച്ച് ദ ലിവിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് ഡിസെക്ഷൻ ഹോള്. പിന്നെ നമുക്ക് തന്നെ ഉള്ളിൽ കുറച്ച് സെന്റിമെന്റലൊക്കെ ആയിട്ട് തോന്നും കെഡാവേഴ്സിനെ ഒക്കെ കാണുമ്പോ. ആരായിരുന്നു ഇവരുടെയൊക്കെ ലൈഫ് എന്തായിരുന്നു കുറെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും പഠിക്കാം. ശരിക്കും ബേസിക് സാധനമാണ്. നമ്മൾ ആ ഹ്യൂമൻ ബോഡി മൊത്തം അനലൈസ് ചെയ്ത് എന്തൊക്കെ എവിടൊക്കെയാണെന്നെല്ലാം കണ്ടുപിടിച്ച് ഇത് മൊത്തം നമ്മൾ ഇതാക്കിയിട്ടേ അവിടെ നിന്ന് നമ്മളെ വിടത്തുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇനിയും കൂടുതൽ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.